ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളെ ഒട്ടകം കൂട്ടിയിട്ട് ചോറുന്നാലോ? ഇപ്പൊ സമയം ഇവിടെ 4:30 മണിയായി. അപ്പൊ വെള്ളിയാഴ്ച ഒരു പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് പോയി വന്നതാണ്. അപ്പൊ തന്നെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. എല്ലാം നല്ല നെയ്ച്ചോറ് ഫുഡ് കഴിക്കാൻ പോകുക. അപ്പൊ കറി നോക്കിയപ്പോ ഒന്ന് ചൂടാവട്ടെ. നല്ല വിശപ്പുണ്ട് കേട്ടോ. രാവിലെ ബ്രെഡ് കഴിച്ചതല്ല. പിന്നെ ജോലി കിട്ടി, അങ്ങോട്ട് പോയി. കാലിയ റൂമായിരുന്നു. സാധനങ്ങൾ കൊണ്ടുവെക്കുന്നുണ്ടോല്. പക്ഷെ താമസം എന്താ ഞായറാഴ്ചയാണോല താമസാക്കുന്ന. അപ്പൊ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് വില്ലക്കാര് പറഞ്ഞതാട്ടോ. അപ്പൊ അത് കഴിഞ്ഞു വന്നു. ഇനി നമ്മക്ക് എന്താക്കണോ? നല്ല ഒട്ടകം കൂട്ടി ചോറുന്ന പപ്പടം പൊരിക്കണ. ഇപ്പൊ നമ്മളെ നല്ല നെയ്ച്ചോറ് വന്ന് കുളിച്ചതാ. തലൊന്നും തോർത്തിട്ടില്ല കേട്ടോ. വിശന്നിട്ട് വയ്യ. വെള്ളിയാഴ്ച ലീവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണി കിട്ടുമ്പോ അങ്ങ് പോകും കേട്ടോ. ലീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല നെയ്ച്ചോറ് കേട്ടോ, വറുത്തിട്ട് വെച്ചത്. ഇതിന്റെ റെസിപ്പി എല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. സിമ്പിളായിട്ട് അത് മതി. വിശപ്പെല്ലാം ചത്തുപോയി. രാവിലെ ബ്രെഡ് കഴിച്ചതല്ലേ. ഇടക്ക് തളർന്നു പോകും, ഇടക്ക് കരച്ചിലും വീഴും. ഇന്നലെ ആ കിച്ചൺ നന്നാക്കിയത് ഞാൻ വീഡിയോ എടുത്തിരുന്നു. ഒരു പറഞ്ഞു താത്ത ഇത് മൊത്തം പോണെന്ന്. നെയ്യ് ഇങ്ങോട്ട് പിടിച്ചിട്ട് കൈ കൊണ്ട് അരച്ചതൊക്കെ കയ്യെല്ലാം ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഇന്ന് ശരിക്ക് കരച്ചിലും വന്നുപോയി. എന്താ ചെയ്യാൻ പറ്റും. നമ്മൾ ഒട്ടകാണ് ഇട്ടത്. പിന്നെ പപ്പടമുണ്ട് കേട്ടാ. ബിസ്മില്ലാ പഠിച്ചോനെ. ഇനി ചോറ് തിന്നിട്ട്. ഇവിടെ സമയം 5 മണിയായിട്ടോ. ഇപ്പൊ നിങ്ങള് കണ്ടല്ലോ രാവിലെ ബ്രെഡ് കഴിക്കുന്നത്. അത് കഴിച്ചതാണ്. ഈ കാലിയായ റൂമില് ഭയങ്കര ഇതാ. നല്ല രസമുണ്ട് ഒട്ടകം കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് ടേസ്റ്റ് നോക്കിയേ, ഉപ്പെല്ലാം ഉണ്ടോന്ന്. എന്നിട്ട് ഓഫാക്കി വെച്ചിട്ട് പോയതാ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, വില്ലക്കാരൻ പറഞ്ഞേ. ഞാൻ ചോദിച്ചു വൈകുന്നേരം പോയാൽ മതിയോന്ന്. അപ്പൊ പറഞ്ഞു ഒരു സാധനം കൊണ്ടുപോയി വെക്കണുണ്ട് താത്ത. അപ്പൊ അതിന്റെ മുന്നേ അപ്പൊ നോക്കുമ്പോ സാധനം കൊണ്ടുപോയി. ഞാൻ ഓലോട് പറഞ്ഞു എല്ലാം എടുത്ത് പുറത്ത് വെക്ക്, എന്നാലും എനിക്ക് ക്ലീൻ ആക്കി തരാൻ പറ്റുള്ളൂ എന്ന്. പാവറ്റങ്ങൾ എല്ലാം എടുത്തിട്ട് പുറത്ത് വെച്ചു. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്വന്തം വലിച്ചിടാൻ പറ്റില്ലേ. അപ്പൊ നമ്മളെ ബുദ്ധിമുട്ടും കൂടി നമ്മൾ നോക്കണ്ടേ. അപ്പൊ നല്ല ആൾക്കാര് കഴിഞ്ഞു. ഒരു സാര ആയിക്കോട്ടെ താത്താന്ന് പറഞ്ഞിട്ട് ഒരു എല്ലാം പുറത്തേക്ക് തന്നെ വെച്ചിട്ടോ. അല്ലെ നമ്മക്ക് ആവൂല ഒറ്റക്ക്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എനിക്കൊന്ന് നടുവേന എന്താ അറിയില്ല. ആ കിച്ചണില് കുമ്പിട്ടെന്നിട്ട് ഇങ്ങനെ വരച്ച് ആ നമ്മളെ കിച്ചണിലെ അൽമാറ ഉണ്ടാവൂലേ, അത് എണ്ണ പിടിച്ചിട്ടേ ഇങ്ങോട്ട് പോകുന്നുമില്ല. അപ്പോഴെനിക്ക് സങ്കടമായി പോയത്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിന്, ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക്. അവര് പറഞ്ഞ് മെയിൻ ഇതാണ് താത്ത പോണ്ടതെന്ന്. തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നെയ്ച്ചോറ് ഒട്ടകം നല്ല രസമുണ്ട് കേട്ടോ. തമാശ അറിയില്ല. നാട്ടിൽ തോന്നുന്നു അപ്പഴ ചില ആൾക്കാർ ചോദിച്ച് താത്ത അപ്പൊ വേറെയുള്ള യൂട്യൂബർ ഒന്നും ഇങ്ങനെ എന്താ പറയാ എടുത്ത ഭാഗം ഇങ്ങനെ വലത്തെ കൈ കൊണ്ട് തിന്നുമ്പോ അവരെന്ന് പറഞ്ഞാല് വീഡിയോ ബാക്ക് സൈഡ് ആയിട്ടും അല്ലെങ്കിൽ വേറുള്ളവർ എടുത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓർക്ക് ക്യാമറ എല്ലാം സെറ്റാക്കി. ഞാൻ എൻ്റെ ഈ 300 റുപ്യന്റെ മൊബൈലിൽ ഞാൻ എങ്ങനെ എടുക്കാൻ എൻ്റെ കുഞ്ഞു മക്കളെ. ഞാനിത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ മുന്നത്തെ ക്യാമറയിലാണ് എടുക്കണത്. ഈ മുന്നത്തെ ക്യാമറ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ വലത്തെ കൈ ഇടത്തെ കൈ ആയി തോന്നിന്. അതാത്ത എന്താ ചെയ്യണ്ടേ? താത്ത നല്ല മൊബൈൽ വാങ്ങട്ടെട്ടാ. ദുആ ചെയ്യ് വാങ്ങാന്. താത്താൻ്റെ കയ്യിലുള്ളത് ഇവിടുത്തെ 300 റിയാലിന്റെ കുറെ കാലമായി കൊണ്ടെടുക്കുന്നു. താത്ത അത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഇതുവരെ ആയിട്ടില്ല. എന്നിട്ട് നമുക്ക് നല്ല ഇതാക്കാം.
ക്യാമറ സെറ്റാക്കി വെക്കട്ടാ. ഇപ്പൊ ഞാനിപ്പോ എടുക്കുന്നില്ലേ, ഇതന്നെ എങ്ങനെ എടുക്കണെന്ന് അറിയോ? ഒരു ഗ്ലാസിന്റെ നേരെ ചാരി വെച്ചിട്ടാണ് ഞങ്ങള് വീഡിയോ എടുക്കുന്നത്, അറിയോ? താത്ത അങ്ങനെയല്ലാണ്, ഒരു സ്റ്റാൻഡ് ഉണ്ട്, ആ സ്റ്റാൻഡും വെച്ചിട്ടാണ് കിച്ചണിൽ എടുക്കുന്നത്. അത് ബേക്ക് ആക്കുമ്പോ ഇങ്ങനെ നമ്മള് ബേക്കിൽ ശരിക്കും കിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നിക്കണം. ഇത് മുന്നേ ആകുമ്പോ നമുക്ക് കറക്റ്റ് കിട്ടുണ്ടോന്ന് അറിയാലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടത്തെ കൈ ആയിട്ട് തോന്നിട്ട് ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ചോദിക്കാം. ഞാൻ എല്ലാത്തിനും കഴിയുന്നതും രാത്രിയാണെങ്കിലും ഞാൻ മറുപടി കൊടുക്കലുണ്ട്. പിന്നെ എല്ലാവരും പേരെന്താന്നോ, ഞാൻ പേരും നാടും എല്ലാം ഞാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ ഖത്തറിൽ പണി? എന്റെ പണി എനിക്ക് കഴിയുന്നോർത്തുനിന്നല്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്ക് ഫാമിലിയോടൊന്നും എല്ലായിടത്തും പോയി എടുക്കാൻ പറ്റില്ല. മണിക്കൂറിനാണ് പണിയെടുക്കുന്നത്. അപ്പൊ അവര് മൊബൈലിൽ കളിക്കുമ്പോൾ പറയും മണിക്കൂർ ആക്കുകയാണെന്ന് പറയും. നമ്മളിവിടെ പഴയത് സഹിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ജോലി ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഇതേപോലെ നമുക്ക് കാലി റൂം എല്ലാം കിട്ടിയാൽ അവിടെ ആരും നമ്മളെ നോക്കാനില്ല. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ക്യാമറ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫാമിലിയോടെല്ലാം പോയ പോലെ ഒരു മണിക്കൂറാക്കുക, മണിക്കൂറിന് പൈസ ആകുമ്പോ അതാ പ്രശ്നം. നമുക്ക് മൊബൈൽ പോലും അലോട്ടില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ഒന്നും എടുക്കുക. ഇങ്ങ് കഴിയുന്നോർത്തല്ല വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കുക്കിങ്ങിന് പോകുന്നുണ്ട്, ക്ലീനിങ്ങിന് പോകുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്. ഇതാണ് എന്റെ ജോലി. ഞാൻ എല്ലാ ജോലിയും കാര്യങ്ങളും എല്ലാം കാണിക്കേണ്ട ജോലി പറയുന്നുണ്ട്. ഞാൻ ആരാ അറിയണ്ട്, എന്റെ പേരെന്താന്ന് പറയുന്ന നാട്. അപ്പൊ എല്ലാ വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇതുവരെ ഒട്ടകം കൂട്ടാത്തവരുണ്ടാ? ഉണ്ടാവൂല ഇഷ്ടമാതിരി ആൾക്കാര്, അറിയില്ല കേട്ടോ. പക്ഷെ ഇത് എനിക്ക് കഴിക്കുമ്പോ, ഇനിയിപ്പൊ അടുത്ത് കഴിക്കും താത്ത ഫുഡ് കഴിക്കുമ്പോ വർത്താനം പറയാൻ പാടില്ല, സോറി ട്ടാ. ഇത് കഴിക്കുമ്പല്ലേ എനിക്ക് ബീഫിനെ പോലെ തോന്നിയത്. ബീഫിനെ പോലെ തോന്നുന്നുണ്ട്. എന്റെ മക്കൾക്ക് ഇവിടുന്ന് പോകുമ്പോ സാധനം ഓവർ ഉണ്ടെങ്കിൽ സാധനം അയച്ചു കൊടുക്കുവോ. അപ്പോഴും ഓവർ ഉണ്ടാവും. അത് പ്രവാസിന്റെ ഒരു ഇതാണ്. ഓഫർ കണ്ടാൽ അതും ഇതെല്ലാം വാങ്ങി റൂമ് കൂട്ടി വെക്കും. ലാസ്റ്റ് ഓവർ ആവും. ഉള്ളോട് പൈസ ആയിട്ട് അത് അയക്കും. അല്ലാതെ ഞാൻ എന്താ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറയാം. ഞാൻ ഇവിടുന്ന് അവർക്ക് മാനർച്ചി കൊണ്ടു കൊടുത്തീനി, ഒട്ടകവും കൊണ്ടു കൊടുത്തീനി, മീന് വലിയ വലിയ മീനാള് ഫുള്ള് ഗ്രേമാള് പോയി ഒരു സെറ്റാക്കി തരും. അവിടുന്ന് മീൻ കൊണ്ടു കൊടുത്തീനി. അപ്പൊ ഓലോട് ചോദിക്കും, ഓലോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ഇപ്പൊ എന്റെ മോള് ഇന്നാനാന്നാ മോളെ വിളിക്കുക. ഇന്നാന പറയാണ് ഇവിടുത്തെ മന്തിയും സവർമിയും വേണമെന്ന്. ഇനി പോകുമ്പോ ഓക്ക് അത് മാത്രം മതി. ഇൻഷാ അല്ലാ ഞാൻ ജീവനോടുണ്ടെങ്കിൽ ആരോഗ്യം ആഫിയത്തും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കും. പിന്നെ ഞാനെല്ലാം ഇവിടുന്ന് മട്ടൻ തിന്നുമ്പോ ഞാന് പൈസ അയച്ചു കൊടുത്തിട്ട് എല്ലാവർക്കും ഒരേപോലെ വാങ്ങി കൊടുക്കാൻ പറയും കേട്ടോ. എന്റെ കുഞ്ഞാമാക്കാണെങ്കിലും അരക്കില്ലാന് എല്ലാവർക്കും എനിക്ക് കഴിയുന്നതനുസരിച്ച്, എല്ലാവർക്കും അല്ല. ഉമ്മാന്റെ അനിയത്തിയാക്ക് കൊടുക്കും, മൂത്തമ്മാക്ക് വാങ്ങി കൊടുക്കും, താത്താക്കും വാങ്ങി കൊടുക്കും. എല്ലാവർക്കും ഞാൻ പറയൂ, എല്ലാവർക്കും കുറേ ഒന്നും ഇല്ലെങ്കിലും കുറച്ച് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാം. അവിടെ നമ്മളോടല്ലേ എപ്പോഴെങ്കിലും മട്ടൻ വാങ്ങിയങ്ങായി. അപ്പൊ എനിക്ക് തിന്നാൻ ഭയങ്കര വിഷമം. അപ്പൊ ഓലോട് ഞാൻ പറയും നിങ്ങൾ വാങ്ങിക്കുന്നാലും എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ഒട്ടകെല്ലാം കുറേ കൊണ്ടുപോയിന്. ഇപ്രാവശ്യം പോകുമ്പോ മാനർച്ചി വേണമെന്ന് പറഞ്ഞ് മാനർച്ചിയും കൊണ്ടുപോയിന്. പിന്നെ നല്ല നല്ല മീന് സാമനെല്ലാം കൊണ്ടു കൊടുത്തീന്. ഒരു പ്രാവശ്യം പോകുമ്പോ 15 മീൻ തന്നെ കൊണ്ടുപോയി. നമ്മളെ വയനാടല്ല, മീൻ നല്ല പോലെ കിട്ടൂലല്ലോ. അപ്പൊ ഓൽക്ക് നമ്മളെ തലെല്ലാം കാണുമ്പോ കൊതിയെല്ലാം കൊണ്ടു കൊടുത്തീന്. ചോറ് നട്ടാ നിങ്ങളോട് വർത്താനം പറഞ്ഞ സമയം പോകുന്ന അറിയില്ല. വീഡിയോ ഓവറാവും ചെയ്യും. പിന്നെ എല്ലാരും പറഞ്ഞു താത്താ വീഡിയോ കുറേ സമയം ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് വിഷമാവും. തോർത്ത കിട്ടിയ. അപ്പൊ ഇന്നത്തെ നമ്മളെ ഒട്ടകവും നെയ്ച്ചോറും കണ്ടല്ലോ. നിങ്ങളോട് വർത്താനം പറഞ്ഞ ചോറ് തിന്നേ, കുറച്ചും കൂടി ചോറ് തിന്നേ, അത് വേറെ വിഷയം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പൊ നമ്മളെ
ഒട്ടകത്തിന്റെ നെയ്ച്ചോറിന് റെസിപ്പി ഇടുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ജോലിക്ക് പോയി ക്ലീനിങ്ങിലെല്ലാം എല്ലാവരും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും വേണ്ട, എനിക്ക് ആരോഗ്യമുള്ള കാലം വരെ ഞാൻ നയിച്ച് ജീവിക്കും. എൻ്റെ ക്യാൻസറായ താത്താനെ വിചാരിച്ചിട്ട് ഇപ്പൊ യൂട്യൂബിൽ ഞാൻ ഓരോ വീഡിയോ ഇടുന്നു. അപ്പൊ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും വേണ്ടി താത്ത ദുആ ചെയ്യുന്നുണ്ട്. കമന്റ് എല്ലാം ചെയ്തോളി. നിങ്ങൾ എന്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സിന്റെ പറഞ്ഞ അത് ഞാൻ തിരുത്തീന്. ആദ്യം വീഡിയോ ഇട്ടയിലെല്ലാം ടീഷർട്ട് കൈ മാത്രമേ കാണുന്നുള്ളൂ, എന്നാലും അത് ശരിയല്ല തോന്നി. അപ്പൊ നിങ്ങളെ തെറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞിവിടെ എല്ലാം ഞാൻ താത്ത തിരുത്തും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും നല്ലത് വരട്ടെന്ന്. ഓക്കെ, ബൈ ബൈ.